ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടോ നേരെ പുറത്തിറങ്ങിട്ടോ ഒരു ഫാം ഹൗസ് വരെ പോകട്ടോ. ഞാനും വേറെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാട്ടോ പോണേ. ഫാം ഹൗസ് ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഏതായാലും വണ്ടി കയറി ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് അങ്ങോട്ട് വിട്ടിട്ടോ. ഈ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. ഇതൊരു ഒമാനിൻ്റെ ഫാം ഹൗസ് കേട്ടോ. ഇവിടെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇവിടുത്തെ പൂന്തോട്ടവും അതുപോലെ നമ്മളെ നാട്ടിലുള്ള തെങ്ങൊക്കെ ഒരുപാട് നിരത്തി വെച്ചാണ് കേട്ടോ. പക്ഷേ ഈ തെങ്ങൊന്നും കായ്ക്കൂല കേട്ടോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണാനുള്ള രസത്തിന് വെച്ചാട്ടോ. ഞാനിവിടെ വന്നത് ചിക്കു പറിക്കാനാട്ടോ. ചിക്കു സപ്പോട്ട എന്നൊക്കെ പറയും. ആ സാധനം പറിക്കാനായിട്ടോ വന്നത്. ഇവിടെ ഒരുപാടുണ്ട്, നീ വന്ന് പറിച്ചോന്ന് പറഞ്ഞിട്ടോ. ഈ ഫാമൊക്കെ നോക്കുന്നത് എൻ്റെ ഒരു സുഹൃത്താട്ടോ. അങ്ങനെ സപ്പോട്ട നോക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട കായ്ച്ചാട്ടോ. ഒരു സൈഡിൽ നിറച്ച് ഞാവൽപ്പഴം, പിന്നെ ഒരു സൈഡിൽ നല്ല കാരക്കയൊക്കെ കായ്ച്ചിന് കേട്ടോ. കാരക്കയൊക്കെ കായ്ച്ച് ഇനി അടുത്ത മാസം ആകുമ്പോഴത്തേനും ഇതൊക്കെ പഴുക്കും കേട്ടോ. അത്രയ്ക്കും ചൂടാട്ടോ പോമാലിൽ. അങ്ങനെ അതേലും സപ്പോട്ട കണ്ടിട്ടോ. സപ്പോട്ട ഒരുപാടുണ്ട് ഇവിടെ. തെങ്ങിനെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നത് സപ്പോർട്ടാണെന്ന്. സപ്പോർട്ട് പറിക്കാൻ വേണ്ടിയിട്ട് 2 കീസൊക്കെ തിരഞ്ഞു പോയപ്പം കണ്ട കാഴ്ച കേട്ടോ. ഇവിടെ ഈ ഫാമിൽ തന്നെ ഒരുപാട് ആടും, പിന്നെ അതുപോലെ പശു, പിന്നെ താറാവ്, കോഴി, പിന്നെ മാന്, മയില്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ഫാം ഹൗസിലുണ്ട് കേട്ടോ. അതുകൂടാതെ ഒരുപാട് കൃഷികളും ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം ചൂടായതുകൊണ്ട് ഇതൊന്നും കായ്ച്ചിട്ടില്ല കേട്ടോ. പപ്പായൊക്കെ അത്യാവശ്യം നല്ലോണം കായ്ച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ സപ്പോട്ട പറിക്കാൻ പോയിട്ടോ. ആദ്യം കിട്ടിയ സപ്പോട്ട തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായിരുന്നു കേട്ടോ. മുഫീദ് കണ്ടപ്പോഴത്തേനും അന്തം വിട്ടു കേട്ടോ. ഇത്ര വലിയ സപ്പോട്ടയെന്ന് ചോദിച്ചു. താഴെയൊക്കെ നോക്കിയപ്പോൾ ചെറിയ സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ കോണി കൊണ്ടുവന്ന് മുകളിൽ കയറി അത്യാവശ്യം നല്ല വലിയത് നോക്കി പറിച്ചിട്ടോ. ഈ പറമ്പിൽ നല്ല കാലാവസ്ഥ ആയിരുന്നു കേട്ടോ. ഈ പെരിഞ്ചൂടത്ത് ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്. കാരണം ഇവിടെ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആവശ്യത്തിനുള്ള 2 കീസൊക്കെ പറിച്ചിട്ടോ ഇവിടുന്ന്. സപ്പോർട്ടയൊക്കെ പറിച്ചുകൊണ്ട് കയ്യിലൊക്കെ നല്ല കറണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം കഴുകി കളഞ്ഞ് ഞാനും മുഫി ആയിരുന്നു ഇറങ്ങിട്ടോ. 2 കീസിൽ സപ്പോർട്ട പറിച്ചായിരുന്നു കേട്ടോ. 1 കീസ് അവനും കൊടുത്തു, 1 കീസ് ഞാനും എടുത്തിട്ടോ. അത്യാവശ്യം വലിയ സപ്പോർട്ടൊക്കെ കേട്ടോ പറിച്ച്. അതുകൊണ്ട് ഏതായാലും വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.